നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുമോ? പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുടങ്ങിക്കിടക്കുന്ന 3000 രൂപയുടെ വിതരണം എന്നാണ് ഉണ്ടാവുക? നമ്മൾ ഒരുപാട് സമയം അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സെൻ്ററുകളിലും വരി നിന്ന് കൊടുത്ത അപേക്ഷകളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. നമ്മൾ ഒരുപാട് സമയം അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സെൻ്ററുകളിലും വരുന്നതായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ 2 മാസത്തിലെ പെൻഷൻ മാത്രമാണ് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് പെൻഷൻ ലഭിച്ച ആളുകൾ എസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അന്ന് പെൻഷൻ ലഭിച്ച ആളുകൾക്ക് പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ 3 മാസത്തോളമായി പെൻഷൻ മുടങ്ങിയിട്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര, അതുപോലെ തന്നെ ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ചൽ, മറ്റ് അംഗൻവാടി ടീച്ചർമാർക്ക്, ഹെൽപ്പർമാർക്കെല്ലാം ഓണറേറിയം വർദ്ധിപ്പിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ചൊന്നും ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല. നമ്മൾ പല വഴികളിലൂടെയും ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഔദ്യോഗികമായി ഇതുവരെയും ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും മറ്റും ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. അത് നമുക്ക് കാത്തിരിക്കാം. ഈ മാസം 19-ാം തീയതിയാണ് പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം. ഈ ഒരു ബജറ്റ് അവതരണത്തിലും ഈ ഒരു പെൻഷനെക്കുറിച്ച് ഔദ്യോഗികമായി തന്നെ സർക്കാർ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ ഒരു വെബ്സൈറ്റ് ആക്റ്റീവാണ്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന കണക്കുകളും മറ്റെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക വിവരവും ഈ ഒരു വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഇത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്നാൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കാൻ നോക്കുമ്പോൾ പുതിയ അപേക്ഷയും സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും സർക്കാർ ഈ ഒരു പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സർക്കാരിൻ്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ്, ആർക്കെല്ലാമാണ്, എത്രയാണ് അപേക്ഷ ഉള്ളത്, എത്ര ആൾക്കാണ് പണം കൊടുത്തത്, എത്ര ആളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഒന്നുകൂടി വ്യക്തമാക്കിയ ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ മാസം നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ 19-ാം തീയതിയാണ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. ഒരുപാട് ആനുകൂല്യങ്ങൾ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രത്യേക അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഫേസ്ബുക്കിലൂടെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. യൂട്യൂബിലെ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഒന്നുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.